ഒരു ഗ്രൂപ്പ് എന്തോ പറയാം. നമ്മുടെ കുഞ്ഞിന്റെ അമ്മ ഏത് ഗ്രൂപ്പിലാ? കുഞ്ഞിന്റെ അപ്പൻ ഏത് ഗ്രൂപ്പിലാ? 2. അപ്പൊ 2ലേക്ക് അമ്മേനെ 2ലേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്തു. കുഞ്ഞിന് അമ്മനെ വേണം, കുഞ്ഞിനെ അങ്ങോട്ട് ഇട്ടു, 2ലേക്ക് ഇട്ടു. ഇനി കുഞ്ഞിന്റെ അമ്മ ഏതിന്നാ പോയേ? അപ്പൊ 1ലേക്ക് ഡെയ്സി വരും. ഡെയ്സി ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നണത് 1ലേക്കല്ല ഡെയ്സി വരേണ്ടത്. അവിടെ ഏത് ഗ്രൂപ്പായിരുന്നു? 4ആയിരുന്നു. 4ലേക്കാണ് ഡെയ്സി പോകുന്നത്. ഡെയ്സി 4ലേക്ക്. വേറെ ഡെയ്സി ഉണ്ട്. ഇന്ന് രാവിലെ വന്ന ഡെയ്സി, പുറകിൽ നിൽക്കുന്ന ഡെയ്സി, 4ാം ഗ്രൂപ്പ് കേട്ടോ. സ്വന്തം ഗ്രൂപ്പാണ്. ഇനി മുതൽ പിന്നെ അഹങ്കരിക്കാം. സ്വന്തമായൊരു ഗ്രൂപ്പുണ്ട്. സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് കിട്ടിയല്ലോ. അപ്പോൾ 1ാം ഗ്രൂപ്പിന്റെ വിഷയം, 1ാം ഗ്രൂപ്പിനെ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഒറീസയ്ക്ക് വിട്ടു എന്ന് വിചാരിക്കുക. അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ ഒറീസയ്ക്ക് പോകുന്നതും ഒറീസയിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നതും അവിടെ നേരിട്ട പ്രശ്നങ്ങളും അവരുടെ നേരിട്ട വിജയങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കലക്കി ഒരു പരിപാടി. 20 മിനിറ്റ്. ഓക്കെ, നിങ്ങളെ മിഷനെ വിട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങളവിടെ പോയെന്ന് വിചാരിക്കുന്നു, നിങ്ങളവിടെ പ്രസംഗിച്ചെന്ന് വിചാരിക്കുന്നു, അവിടെ നിങ്ങൾ കുറേ വേല ചെയ്തു എന്ന് വിചാരിക്കുന്നു, അവിടെ പ്രശ്നങ്ങളുണ്ടായെന്ന് വിചാരിക്കുന്നു, അത് നിങ്ങൾ പരിഹരിച്ചെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ തിരിച്ചു വന്നു എന്ന് വിചാരിക്കുന്നു, നിങ്ങളിവിടെ വന്ന് വീണ്ടും പഴയതുപോലെ കത്തിജ്വലിച്ചു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിചാരിക്കുക, ചെയ്യുക. ഓക്കെ, അത് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഗ്രൂപ്പ് നമ്പർ 1 അത് ചെയ്ത് കാണാം. നിങ്ങളുടെ ആശയം നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് എങ്ങനെ ഇതെല്ലാം അതേപടി അവതരിപ്പിക്കുകയല്ല, അതിൽ നിന്ന് എന്തെങ്കിലും കാര്യം എടുത്ത് നിങ്ങൾക്ക് അവതരിപ്പിക്കാം. ക്രിയേറ്റീവായിട്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം മതി. ഇപ്പം അവിടെ പോകണത് ഇതെല്ലാം കൂടി അവതരിപ്പിക്കാനല്ല, അതിൽ നിന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യണം നിങ്ങൾ മിഷന് പോയി ആൾക്കാരാണ്, തിരിച്ചു വന്ന ആൾക്കാർ. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 കൈവക്കി. ഗ്രൂപ്പ് നമ്പർ 2-ന് നിങ്ങളെ എല്ലാവരും ഒരേ ഇടവക അംഗങ്ങളാണ്. ഒരു ഇടവകയിലെ അംഗങ്ങളാണ് നിങ്ങളെല്ലാവരും. ആ ഇടവകയിൽ ഒരു പ്രശ്നം ഉണ്ടാവും. പാരിഷ് കൗൺസിലിൽ ഒരു പ്രശ്നം ഉണ്ടാവും. പാരിഷ് കൗൺസിൽ നിങ്ങളൊരു മിഷണറി എന്ന നിലയിൽ നിങ്ങൾ ആ പ്രശ്നത്തെ എങ്ങനെ ഡീൽ ചെയ്യും? അല്ലെങ്കിൽ നിങ്ങളൊരു ലീഡർ എന്ന നിലയിൽ നിങ്ങളുടെ ഇടവകയിൽ ഉണ്ടാവുന്ന അച്ഛനും ഇടവക്കാരും തമ്മിലുണ്ടാവുന്ന, അല്ല പാരിഷ് കൗൺസിൽ മെമ്പേഴ്സും തമ്മിലുണ്ടാവുന്ന ഒരു ഇഷ്യൂവിനെ നിങ്ങളെങ്ങനെ ഡീൽ ചെയ്യും? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇത് ഞാൻ ഭയങ്കര ബുദ്ധിപൂർവം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. നിങ്ങളുടെ ഫ്രീഡത്തിന് വിടുക കേട്ടോ, ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ടത്. നിങ്ങളത് ഇഷ്ടമുള്ളതുപോലെ ഭാവനയിൽ കൊണ്ടുവന്ന് ഇഷ്ടമുള്ളത് വരെ അവതരിപ്പിക്കാം. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, മൂന്നാമത്തെ ഗ്രൂപ്പ് നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി, നിങ്ങൾ ആയിരിക്കുന്ന ഒരു സമൂഹം, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു ബദൽ സംസ്കാരം വരുന്നു എന്ന് പറയുന്നത് സുവിശേഷത്തിന് വിരുദ്ധമായ ഒരു സംസ്കാരം വരുന്നു. ആ സംസ്കാരത്തെ അല്ലെങ്കിൽ ആ സുവിശേഷത്തിന് വിരുദ്ധമായ അത് ആളുകളുടെ ഇടയിൽ അത് വ്യാപിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു രക്ഷകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് ബദലായിട്ട് മറ്റൊരു വിഭാഗം മേലാൻ മിണ്ടാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, യേശു ക്രിസ്തു ഇല്ല, യേശു ക്രിസ്തു ദൈവമല്ല എന്നൊക്കെ പറയുന്നൊരു സംവിധാനമൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ സുവിശേഷത്തിന് വിരുദ്ധമായ, വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നു. ആ അന്തരീക്ഷത്തെ നിങ്ങൾ എങ്ങനെ നേരിടും? അതാണ് മൂന്നാമത്. എല്ലാം ബുദ്ധിപൂർവമായ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ? സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നാലാമത്തെ ഗ്രൂപ്പിന് ഞാനിപ്പോഴത്തൊക്കെ ഓർക്കണം കേട്ടോ. ഇങ്ങനെ പരിശുദ്ധാത്മാവ് തന്നതാണ് ഓരോ ഇഷ്യൂ കേട്ടോ. ശരിക്കും അങ്ങനെ തന്നതാണ്.
നാലാമത്തെ ഗ്രൂപ്പിൻ്റെ വിഷയം, നിങ്ങളെ ഒരു ദൗത്യം ഏൽപ്പിക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ രൂപതയിൽ നിന്ന്, നിങ്ങളെല്ലാവരും ഒരേ രൂപതാംഗങ്ങളാണ്. നിങ്ങളൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ആർസ് പോലുള്ളൊരു സ്ഥലം. ആർസ് ആരുടെ സ്ഥലമായിരുന്നു? ജോൺ മരിയ വിയാനി. ആർസ് പോലുള്ള സ്ഥലം. അവിടെ വിശ്വാസമില്ല, സുവിശേഷമില്ല, അവിടെ ധാർമ്മികത ഒട്ടുമില്ല, അവിടെ ജീവന് വിലയില്ല എന്ന് പറഞ്ഞാൽ ഗർഭചിത്രം, വേശ്യാവൃത്തി, അങ്ങനെയുള്ള എല്ലാം. അങ്ങനെ സംസ്കാരം, സുവിശേഷ വെളിച്ചം എത്തിയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ ആ സ്ഥലത്തെ, ഉദാഹരണത്തിന് തോമസ് ലീഹ, ഫ്രാൻസിസ് സേവിയർ, അല്ലെങ്കിൽ അതുപോലെയുള്ള മിഷണറിമാർ, അവരൊക്കെ ഒരു നാട്ടിൽ ചെന്നിട്ട്, അവിടെ വിശ്വാസമില്ലാത്തൊരു നാട്ടിൽ വിശ്വാസം പകർന്ന് ആ നാടിനെ സുവിശേഷ വെളിച്ചം നൽകി മനുഷ്യൻ്റെ ഡിഗ്നിറ്റി കൊടുത്ത് ഉദ്ധരിച്ചു. നിങ്ങളങ്ങനെ വിടുക ആർസ് പോലുള്ളൊരു സ്ഥലത്തേക്ക്. അവിടുത്തെ ആളുകളെ നിങ്ങളെങ്ങനെ സുവിശേഷ വെളിച്ചത്തിൽ ഉദ്ധരിക്കും? ഓക്കെ, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കും, എന്നിട്ട് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു സമയം തരും. ഇനി ഈ ക്ലാസ് കഴിഞ്ഞാൽ അതാണ് സമയം. ഈ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയം അതാണ് ഗ്രൂപ്പ് ചർച്ച. അതിനുശേഷം നിങ്ങൾ അവതരിപ്പിക്കുന്ന ഇപ്പോഴല്ല, ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യാം. അവതരിപ്പിക്കുന്നത് ഇന്ന് രാത്രിയാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് എപ്പോൾ? അത് നിങ്ങൾക്ക് ഗ്യാപ്പ് സമയമുണ്ട്, ആ സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഒരു സമയമൊക്കെ തരും. അത് കൂടാണ്ട് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് വേറൊരു സാധനം ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ കേട്ട ക്ലാസ്സുകളെ നിങ്ങൾ ഒന്ന് വിലയിരുത്താൻ വേണ്ടി. ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. കേട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളെ സ്വാധീനിച്ച കാര്യങ്ങൾ. ഇപ്പോൾ ബ്രദർ ഓൾറെഡി ഒരു ക്ലാസ് എടുത്തു, ഞാനിപ്പോൾ ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ എടുത്തു, അല്ലേ? പല പ്രാവശ്യമായിട്ട് എടുത്തു. ബ്രദർ ഇന്ന് ക്ലാസ്സുകൾ കൂടുതൽ ബ്രദർ എടുക്കും. ഇപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ നോട്ട് എടുക്കണം കേട്ടോ. ക്ലാസ് പറയുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കേട്ട് ഇതിൽ കൂടെ വിടരുത്, മനസ്സിലാവും നമുക്ക്. പക്ഷെ നോട്ട് എടുക്കണം. ഷാജി ഓണാണ്, ജസ്റ്റ് ഒന്ന് അത് തന്നെ ആ ലാപ്പ് ഒന്ന് വെറുതെ ടച്ച് ചെയ്താൽ വന്നില്ല. എന്ത് വന്നല്ലോ, വന്നില്ലല്ലേ? നേരത്തെ വന്നതാണോ? അത് കുത്തിയിട്ടില്ലേ? അതൊന്ന് പ്രസ് ചെയ്ത ഷാജി, ആ അതൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഊരിയിട്ട് കുത്തോ. ആ പയ്യനൊന്ന് വിളിക്കാം. ആച്ചിനാണ്. ആച്ചി ആ പയ്യനൊന്ന് വിളിച്ചിട്ടുണ്ടോ? ആച്ചി വിളിച്ചിട്ടുണ്ട്. ഇത് റെഡിയാക്കാം. നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു. ഓക്കെ, അപ്പൊ നമ്മളെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും റെഡിയല്ലേ? ഒരു ഉഷാറില്ലല്ലോ. അതാ ആരാണ് ഐസ് പറഞ്ഞത്? ഹൈസിന്ത ഒരു സാധാരണ പുലിയല്ല. ഹൈസിന്ത ഒരു കാട്ടിൽ ഒരു പുലി മതി എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ഒരു പുള്ളിപ്പുലി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലെ ഇതിപ്പോ വരും, അത് കഴിയുമ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ആ ചിത്രം നിങ്ങൾ ഓർക്കുന്നു, ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. അത് ഇങ്ങനെയാണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കാണ്, അതൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. സഭ എന്ന് പറഞ്ഞാൽ എപ്പോഴും മൂവിങ് ആണ്, അല്ലെ? ഈ 15 പേര് അടങ്ങുന്ന ഒരു വിഭാഗം അവരെന്താ ചെയ്യണേ? അവര് മൂവിങ് ആണ്, മുന്നോട്ട് യാത്ര ചെയ്യാം. മുന്നോട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് സഭ എന്താണ്? തീർത്ഥാടക സഭയാണ്, തീർത്ഥാടക സഭ. അതുകൊണ്ട് സഭയെ തീർത്ഥാടക സഭ എന്ന് വിളിക്കും, പിൽഗ്രിം ചർച്ച്. ഈ സഭ തീർത്ഥാടകയാണ്. സഭ മുന്നോട്ട് യാത്ര ചെയ്യുന്നവളാണ്. ഈ ശ്രദ്ധിക്കും, ഇതിനു മുമ്പുള്ളത് അതിനെ തീർത്ഥാടക സഭ. ഇവിടെ ശ്രദ്ധിക്കും. തീർത്ഥാടക സഭയാണ്, മുന്നോട്ട് യാത്ര ചെയ്യുന്നു. നമ്മൾ വേളാങ്കണ്ണിക്ക് തീർത്ഥാടനം പോകും, അല്ലേ? ഈ വേളാങ്കണ്ണിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടക്ക് നിർക്കും, അല്ലേ? ചായ കുടിക്കാൻ, ചോറ് കഴിക്കാനും നിൽക്കും. അവിടെ അങ്ങനെ കയറി താമസിക്കുമോ? അവിടെ തിരിച്ചു പോരും? ഇല്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഏതാണ് ലക്ഷ്യം? വേളാങ്കണ്ണി. അങ്ങനെയാണെങ്കിൽ തീർത്ഥാടക സഭയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് തീർത്ഥാടക സഭയുടെ ലക്ഷ്യം?
സ്വർഗപ്രാപ്തി, നിത്യജീവൻ, പിതാവിൻ്റെ അടുത്ത് എത്തിച്ചേരുക. നമ്മൾ എവിടെ നിന്നാ വന്നേന്നറിയൂ? നമ്മുടെ ആദിമാതാപിതാക്കൾ എവിടെ നിന്നാ വന്നേ? സ്വർഗത്തിൽ നിന്ന്. അവർക്ക് എന്താ നഷ്ടപ്പെട്ടെ? പറുദീസ. അവർക്ക് നഷ്ടപ്പെട്ട പറുദീസയിലേക്ക് തിരിച്ച് നമ്മൾ ചെല്ലണ്ടേ? അവര് പാപം ചെയ്ത കാരണം പാവപ്പെട്ട മക്കൾ നമ്മൾ അനുഭവിക്കുകയല്ലേ? ഇല്ലേ? അത് അനുഭവിക്കാത്ത ഒരാളെ ഉണ്ടായുള്ളൂ. ആരാ? മാതാവ് അല്ലേ? അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ. പരിശുദ്ധ മറിയം അമലോത്ഭവയായി ജനിച്ചു. ഇല്ല, ഉത്ഭവ പാപമില്ല പരിശുദ്ധ അമ്മയ്ക്ക്. ഉത്ഭവ പാപമില്ലാതെ പരിശുദ്ധ മറിയം ജനിക്കണമെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഉത്ഭവ പാപം പോണെപ്പോഴാണെന്നറിയാവോ? ഉത്ഭവ പാപം ഇല്ലാതാവുന്നത് ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോഴാണ്. ഇല്ലേ? ജ്ഞാനസ്നാനത്തിന് അങ്ങനെ ഉത്ഭവ പാപം ഇല്ലാതാക്കാനുള്ള ശക്തി കിട്ടിയത് എവിടുന്നാണെന്നറിയോ? ഈശോയുടെ സഹനവും മരണവും ഉദ്ധാനവും വഴിയാണ്. ഈശോ സ്ഥാപിച്ച കൂദാശയായതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഉത്ഭവ പാപം ഇല്ലാതാവുന്നത് യേശുവിൻ്റെ സഹനം മൂലമാണ്, യേശുവിൻ്റെ മരണം മൂലമാണ്, യേശുവിൻ്റെ ഉദ്ധാനം മൂലമാണ്. യേശു വിജയം വരിച്ചത് കൊണ്ടാണ്. പിടികിട്ടിയ? പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും ഈശോ വിജയം വരിച്ചത് കൊണ്ടാണ് നമ്മുടെ ഉത്ഭവ പാപം ഇല്ലാതാവുന്നത്. എല്ലാ കൂദാശകളും കൂദാശകളായിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. പക്ഷേ പരിശുദ്ധ മാതാവ് യേശു സഹിക്കുന്നതിന് മുമ്പേ ജനിച്ചില്ലേ? യേശു ജനിക്കുന്നതിന് മുമ്പേ ജനിച്ചില്ലേ? അപ്പൊ മറിയത്തിന്റെ ഉത്ഭവ പാപം എങ്ങനെ ഇല്ലാണ്ടായി? അതായത് ഈശോയുടെ സഹനവും മരണവും ഉദ്ധാനവും വഴി ലഭിക്കേണ്ടിയിരുന്ന യോഗ്യതകളെല്ലാം, പെസഹ രഹസ്യങ്ങളുടെ യോഗ്യതകളെല്ലാം മുൻകൂട്ടി നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ മകൾക്ക്, എന്താ പറയുക, ദൈവത്തിൻ്റെ അമ്മയ്ക്ക്, ദൈവപുത്രന്റെ അമ്മയ്ക്ക് പിറക്കാൻ ദൈവം അനുവാദം കൊടുത്തു. അതെന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ പുത്രൻ വസിക്കാനുള്ള ഇടമായതുകൊണ്ടാണ്. പാപക്കറയില്ലാത്തില്ല വേണം, അതിനു വേണ്ടിയാണ്. ഓക്കെ, അതുപോട്ടെ. നമ്മുടെ വിഷയം അതായിരുന്നില്ല. നമ്മുടെ വിഷയം ഇതാണ്. അപ്പോൾ പിൽഗ്രിം ചെല്ലണം. നമുക്ക് നഷ്ടപ്പെട്ട ഇടത്തേക്ക് നമ്മൾ തിരിച്ചു ചെല്ലണം. വേണ്ടേ? വിശുദ്ധീകരിക്കപ്പെട്ട് തിരിച്ചു ചെല്ലണം. ആ വിശുദ്ധീകരിക്കപ്പെട്ട് തിരിച്ചു ചെല്ലാനുള്ള യോഗ്യത നമുക്ക് കിട്ടിയോ? കിട്ടിക്കഴിഞ്ഞു. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടു. ഓൾ വി ആർ റിഡീംഡ് ബൈ ദി പാഷൻ, ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദി പാസ്കൽ മിസ്റ്ററീസ് ഓഫ് ക്രൈസ്റ്റ്. പെസഹ രഹസ്യങ്ങളിലൂടെ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. എല്ലാ മനുഷ്യരും. പെന്തക്കോസ്തക്കാർ പറയില്ല ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. The whole humanity is redeemed by the blood of Christ, by the life of Christ, by the death of Christ, by the resurrection of Christ. The whole humanity is redeemed. വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ സാധ്യമാക്കിയ രക്ഷ നമുക്ക് സ്വന്തമാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അവനെ അറിയണം. അവൻ അറിയുക എന്നുള്ളതാണ്, അവൻ അറിയുക എന്നതാണ് നമുക്കത് സാധ്യമാക്കി തന്നു എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? നമ്മളത് അറിയുകയും അവനിൽ വിശ്വസിക്കുകയും വേണം. നിങ്ങളിത് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതിനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ആര് പറഞ്ഞ? നിങ്ങളിത് അറിയണം, അറിഞ്ഞ് നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിച്ച് നിങ്ങൾ രക്ഷപ്പെടണം. അങ്ങനെ എല്ലാ മനുഷ്യരും അറിയണം, എല്ലാ മനുഷ്യരും വിശ്വസിക്കണം, എല്ലാ മനുഷ്യരും ആ രക്ഷ സ്വന്തമാക്കണം. സ്വന്തമാക്കുക എന്നുള്ളതാണ് പ്രധാനം. സാധ്യമാക്കി ഇനി അത് സ്വന്തമാക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ആരോട്? നമ്മൾ കണ്ടെത്തുന്ന യേശുവിനെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത മനുഷ്യരോട്, യേശുവിനെ കേട്ടിട്ടും മറന്നു നടക്കുന്ന മനുഷ്യരോട്, യേശുവിനെ കേട്ട് ജീവിക്കുന്നു അവരെ ആഴപ്പെടുത്താൻ വേണ്ടി അവരോട് നമ്മളിത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാ മനുഷ്യരും, രക്ഷിക്കപ്പെട്ട മനുഷ്യർ ആ രക്ഷ സാധ്യമാക്കാൻ വേണ്ടി നെട്ടോട്ടമാണ്. അത് നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു. നമ്മളെല്ലാവരും എങ്ങനെ അവർ പോണേ? ഒറ്റക്കൊറ്റക്കാണോ? അല്ല, കൂട്ടാളിത്തം, പങ്കാളിത്തം, ഇതാണ് നമുക്ക് ആവശ്യം. കൂട്ടാളിത്തം. അപ്പോ ഒരുമിച്ച് പോകുക, കമ്മ്യൂണിയൻ, ഇൻ കമ്മ്യൂണിയൻ. സഭ ക്രിസ്തു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താ? ഐക്യമാണ്, കൂട്ടായ്മയാണ്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കും.
കൂട്ടായ്മയാണ് ഈശോ ഇഷ്ടപ്പെടുന്നത്. കൂട്ടായ്മയോടുള്ള പ്രാർത്ഥന. പരിശുദ്ധ മറിയവും അപ്പോസ്തലന്മാരും മറ്റു സ്ത്രീകളും ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവർത്തനം 1:14. അവർ ഏക മനസ്സോടെ കൂട്ടായ്മയിൽ, ദ പ്രയർ ഇൻ കമ്മ്യൂണിയൻ, ദ ലൈഫ് ഇൻ കമ്മ്യൂണിയൻ, ഇൻ കമ്മ്യൂണിയൻ. കുടുംബത്തിൽ ആ കമ്മ്യൂണിയൻ വേണം. അപ്പനും അമ്മയും മക്കളും കൂടി ഇരിക്കുന്നത് തന്നെ അതാണ് ഗാർഹിക സഭ. എന്തുകൊണ്ടാണ് ഏറ്റവും ചെറിയ സഭയെന്ന് കുടുംബത്തെ വിളിക്കണമെന്നറിയോ? 2 വിശ്വാസികൾ ഒരുമിച്ച് കൂടി അവരുടെ മധ്യേ ഉണ്ടാവുമെന്ന് ഈശോ പറഞ്ഞില്ലേ? എപ്പോഴും 2 വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം ഏതാ? കുടുംബമാണ്. ഇപ്പൊ ജയ ഡോക്ടറും മാത്യു ഡോക്ടറും സ്ഥിരം ഒരുമിച്ച മുഴുവൻ സഭയും ഗാർഹിക സഭയാണ്. മുഴുവൻ നേരം ഒരുമിച്ച് അവരുടെ ഇടയ്ക്ക് എപ്പോഴും ഈശോ ഉണ്ടാവും. കാരണം അങ്ങനെയാണ്, ഒരുമിച്ച് നടക്കുമ്പോൾ അവരുടെ 2 വിശ്വാസികളാണ്. അവര് ഭാര്യയും ഭർത്താവുമാണ്, പക്ഷെ 2 വിശ്വാസികളും കൂടെയാണ്. 2 വിശ്വാസികൾ കൂടിയാൽ സഭയായി. 2 3 പേർ, ഒരു മകനും കൂടി ഉണ്ടെങ്കിൽ മകളും കൂടി ഉണ്ടെങ്കിൽ 2 3 പേർ ചുരുങ്ങിയത് ഇത്രയും കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടും. അപ്പോൾ ഗാർഹിക സഭ എപ്പോഴും ഒരുമിച്ച് കൂടുന്ന കുടുംബം പോലെ. അപ്പോൾ കമ്മ്യൂണിയൻ. അപ്പം ഇത് ഒരു കുടുംബം കൂടിയാണ്. ഇത് നമ്മുടെ കുടുംബമാണ്, അങ്ങനെ വിശ്വസിക്കണം. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബം കൂടിയാണ് ആ യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വിശ്രമിക്കാം, പക്ഷെ കിടന്നുറങ്ങരുത്, അല്ലേ? നമുക്കൊരു ലക്ഷ്യമുണ്ട് എത്തിച്ചേരാൻ, അല്ലേ? വിശ്രമിക്കാം, കിടന്നുറങ്ങാൻ പാടില്ല, ഇല്ലേ? ഇനി അതിൻ്റെ പ്രത്യേകത, അത് എല്ലാം വ്യത്യസ്ത കളറുകളാണ്. ശ്രദ്ധിച്ചോ? അത് 15 പേർക്കും വ്യത്യസ്ത കളറുകളാണ്, പലതരം കളറുകൾ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്? ദ ജോയ്ഫുൾ നേച്ചർ, അത് കാണിക്കാനാണ്. ആനന്ദത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അവരിങ്ങനെ വിലപിച്ച് നടക്കുന്നവരല്ല, വിലപിച്ചാണ് നടക്കണം, അല്ല, അവർ സന്തോഷത്തോടെ തുള്ളിച്ചാടി നടക്കണേ. അവർ വേഗതയിൽ പോവുക, പരിശുദ്ധമ്മയെ പോലെ ധൃതി പിടിച്ചു പോവുകയാണ്. സമയം കളയാനില്ല, അത് ആനന്ദത്തോടെ പോകണം. കൂട്ടായ്മയിലാണ് ദ ജോയ്ഫുൾ നേച്ചർ. ഒരു വിശ്വാസി എപ്പോഴും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് ക്രിസ്തു ജീവിതം പറയുന്നത്. ക്രിസ്തു ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ ആനന്ദം. അവൻ നമ്മുടെ കൂടെ ജീവിക്കുന്നു. എവാഞ്ചലി ഗൗരി, സുവിശേഷത്തിന്റെ ആനന്ദം. അമോരിസ് ലത്തീസിയ, സ്നേഹത്തിന്റെ ആനന്ദം. ഗൗരവത്തിന്റെ സുൽത്താൻ ആനന്ദിച്ച് ആഹ്ലാദിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആനന്ദം, ജോയ്ഫുൾ നേച്ചർ, ഒരുമിച്ച് പോവുക. ഇപ്പൊ ഇതൊരു സഭയാണ്. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി, ഒരേ വിശ്വാസം പറയുന്നവര്, അല്ലേ? ഒരേ കർത്താവിന്റെ മക്കൾ, ഒരേ വിശ്വാസം ഏറ്റുപറയുന്നവർ, കൂട്ടായ്മയാണ്. ജീസസ് ഈസ് ഇൻ ദ മിഡ്സ്റ്റ്, നമ്മുടെ മധ്യ ഈശോയുണ്ട്. ഇത് സഭയാണ്. ഇത് ആനന്ദത്തോടെ ഇരിക്കുന്ന ഒരു സഭയാണ്. ഒരുങ്ങാണ്, സുവിശേഷത്തോടെ ഒരുങ്ങാണ്. പരിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയമായിരിക്കുന്നത്. കാരണം നമ്മളെല്ലാം എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരുങ്ങുകയാണ്. വി ആർ ബിക്കമിങ് ലീഡേഴ്സ്, വിറ്റ്നസസ്. അതാണ് നമ്മളായിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരുമിച്ച് പോകുന്നു. ഏറ്റവും മുമ്പിൽ ആരാ? കുഞ്ഞുങ്ങളാണ്. എന്തുകൊണ്ടാണ്? സാധാരണ നയിക്കണം എത്രാനല്ലേ, പക്ഷെ സഭ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? സഭ പഠിപ്പിക്കുന്നതെന്ന് അറിയൂ, മുഖം, സഭയുടെ മുഖം ആരുടെ മുഖമാണ്? കുട്ടികളുടെ, ഇന്നത്തെ യുവതി യുവാക്കളുടെ, ഇന്നത്തെ കുഞ്ഞുങ്ങളുടെയും മുഖമാണ് സഭയ്ക്ക്. എന്ന് പറഞ്ഞാൽ സഭയുടെ മുഖം, യുവത്വം മാത്രമല്ല, സഭയുടെ മുഖം എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ വിശ്വാസമാണ്. വരും തലമുറയുടെ വിശ്വാസ ജീവിതമാണ് സഭയുടെ മുഖം. നാളത്തെ സഭ എന്തായിരിക്കും? ഇന്ന് അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ നാളത്തെ സഭ എന്തായിരിക്കും? അപ്പം അതുകൊണ്ട് അവരുടെ മുഖം, അവരാണ് സഭയുടെ മുഖം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവതി യുവാക്കൾ, അവരുടെ വിശ്വാസമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. പാരമ്പര്യം, ഹാൻഡിങ് ഓവർ ടു ദി അതർ ജനറേഷൻ, ഹാൻഡ് ഓവർ. ത്രദൂറേ എന്ന് പറയും ലത്തീനിൽ, ത്രദൂറേ, ട്രഡീഷൻ. ത്രദൂറേ എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യലാണ്. കൈമാറ്റം ചെയ്യപ്പെട്ടൊരു സാധനത്തിനാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വിശ്വാസത്തെ കൈമാറ്റം ചെയ്യണം, കെടുത്താതെ, വിളക്ക് അതിൻ്റെ തേജസ് നഷ്ടപ്പെടാതെ, അതിൻ്റെ ദീപം പൊലിയാതെ അത് ഹാൻഡ് ഓവർ ചെയ്യും അടുത്ത തലമുറയ്ക്ക്, കൂടുതൽ കത്തിജ്വലിക്കാൻ. അതാണത്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കമ്മ്യൂണിയനിൽ ആനന്ദത്തോടെ പോകണം. ഇനി നോക്കിയേ, ഒരു രോഗിയുണ്ട്, രോഗിനെ പിടിച്ച് മുമ്പിൽ നിർത്തിയ, അയാളെ നടുക്ക് നിർത്തി, അല്ല കൂട്ടത്തിൽ ഒപ്പം നിർത്തി. എന്ന് പറഞ്ഞാൽ എന്താ? പരിചരണം ആവശ്യമാണ്, പങ്കാളിത്തം ആവശ്യമാണ്, കെയർ വേണം. നമ്മൾ വേളാങ്കണ്ണിയിൽ ഒരുമിച്ച് പോകുമ്പോൾ ഒരാൾ വീൽ ചെയറിലുണ്ട്, നമ്മൾ ഇടിപിടിച്ച് നമ്മൾ ആദ്യമേ പോകും? ഇല്ല, അയാളെയും കൊണ്ടുപോകണ്ടേ, കൂടെയുള്ള ആളെ കൊണ്ടുപോകണ്ടേ, അയാൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണ്ടേ? ഇല്ലേ? ഒരു പ്രിഫറൻഷ്യൽ ഓപ്ഷൻ
കൊടുക്കണ്ടേ? അതാണ്. അപ്പൊ അങ്ങനെ കൂടെയുള്ളവരെ ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യണ്ട. അപ്പൊ ഒരാള് ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ഒരാൾ സമയത്തിന്റെ കാര്യങ്ങൾ പാലിക്കണ്ടേ, ഒരാൾ ഇവരെല്ലാവരും ഒരുമിച്ചാണെന്നുള്ള കാര്യം ചിന്തിക്കണ്ടേ. അപ്പൊ എല്ലാവർക്കും റോളുണ്ട്. അതാണ് പാർട്ടിസിപ്പേഷൻ. നമുക്ക് എല്ലാവർക്കും റോൾ. ഒന്നും ചെയ്യാനില്ലാത്ത ആരുമില്ല സഭയിൽ. നമുക്ക് എല്ലാവർക്കും റോളുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞാൽ സുവിശേഷം പങ്കുവയ്ക്കലാണ്. ഇനി എന്താണെന്ന് നോക്കിയേ, മിഷനുണ്ട്. നമ്മളിതെല്ലാം ചെയ്യും. ഇപ്പം ഈ പരിശീലനം, ഇവിടെ നമ്മൾ കമ്മ്യൂണിയനുണ്ട്, ഇവിടെ നമുക്ക് പങ്കാളിത്തമുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, മിഷൻ അല്ലേ? മിഷൻ നമ്മുടെ ലക്ഷ്യമാണ്. മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ബോധ്യം നമുക്കുണ്ടാവുക. മിഷൻ എന്ന് പറഞ്ഞ വാക്കതാ, അയക്കപ്പെട്ടിരിക്കുന്നു. കം ഗോ, കം ടു ഗോ, കം ടു ഗോ, കം ടു ഗോ. ഞങ്ങള് പണ്ട് ഞാൻ ഈ ആശ്രമങ്ങളിൽ കാരിസൺ ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ കാരിത്തസ്. CSSTയിലുള്ളൊരു സിസ്റ്ററാണ്. സിസ്റ്റർ എപ്പോഴും ഇംഗ്ലീഷേ പറയുള്ളൂ. CSST അവിടെയാണല്ലോ, സെൻറ്റ് തെരേസാസ് സ്കൂളിലാണല്ലോ. അപ്പോൾ എപ്പോൾ നോക്കിയാലും എന്ത് പറയുമ്പോഴും ഇംഗ്ലീഷേ പറയുള്ളൂ. അപ്പോൾ എൻ്റെ ഡ്രൈവർ ഒരുത്തനുണ്ടായിരുന്നു, അവൻ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമല്ലോ, നന്നായിട്ട് ഇംഗ്ലീഷ് പറയും. പക്ഷെ അവൻ സിസ്റ്ററിനെ പ്രാന്താക്കാൻ വേണ്ടി അവൻ സിസ്റ്റർ വരുമ്പോൾ തന്നെ പറയും, സിസ്റ്റർ യു ഗോ ആൻഡ് കം, യു ഗോ ആൻഡ് കെയിം. വെറുതെ സിസ്റ്ററെ കാണുമ്പോൾ പറയും, സിസ്റ്റർ യു ഗോ ആൻഡ് കെയിം. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ് അബൌട്ട്? സിസ്റ്റർ പോയിട്ട് വന്നു. അവൻ സിസ്റ്ററെ കളിയാക്കാൻ വേണ്ടി പറയും, സിസ്റ്റർ യു ഗോ ആൻഡ് കെയിം എന്ന് പറയുന്നു, ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞ പോലെ നമുക്കെല്ലാവരും, നമ്മളെല്ലാവരും അയക്കപ്പെട്ടവരാണ്. എല്ലാവർക്കും ഒരു മിഷനുണ്ട്. എല്ലാവർക്കും വ്യത്യസ്തമായ മിഷനുണ്ട്. അത് എപ്പോഴും നമ്മൾ ഓർക്കണം. അത് ആ ഒരു മിഷണറിയാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാവും. ഓക്കെ, നമ്മളിതിലേക്ക് ഇതിനധികം ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ പറഞ്ഞു, ഇത് വിരിച്ച കരങ്ങളാണ് കത്തോലിക്ക സഭയുടേത്. ഒപ്പം തന്നെ ഇതൊരു ട്രീ ആണ്. ട്രീ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വൃക്ഷം. ഇതെന്തിന്റെ വൃക്ഷമാണ്? ജീവന്റെ കനി തരുന്ന വൃക്ഷമാണ്. അത് യൂക്കറിസ്റ്റാണ്, ദിവ്യകാരുണ്യമാണ്. ഇത് ജീവന്റെ കനി പുറപ്പെടുവിക്കുന്ന വൃക്ഷമാണ്. ഇത് കുരിശുമരമാണ്. ഈശോയുടെ കുരിശാണത്. ഇത് പർദീസായിലെ ജീവന്റെ വൃക്ഷമാണത്. ഈ കനി കഴിച്ചാൽ മരിക്കുകയില്ല. ഇത് വാങ്ങി ഭക്ഷിക്കുകയാണ് വേണ്ടത്. ഇത് കഴിച്ചാൽ മരിക്കുകയില്ല. പണ്ട് ദൈവം പറഞ്ഞില്ലേ, നിങ്ങളിത് കഴിക്കരുത്, ഇത് കഴിച്ചാൽ മരിക്കും. അതിന് ബദലായിട്ടൊരു ഭക്ഷണം വേണ്ടേ? അവർ കഴിച്ചു, മരിച്ചു, അതിന് പകരം ഒന്നും കൊടുക്കണ്ടേ? ആ പകരം തരുന്നത് ആ വൃക്ഷമാണ്, പകരം തരുന്ന കനിയാണ്. അവരത് കഴിച്ചു മരിച്ചെങ്കിൽ ഇത് കഴിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞ് ദൈവം തരുന്ന കനിയാണ്. അവരത് കഴിച്ചു മരിച്ചു, എന്നാൽ നീ ഇത് കഴിച്ച് ജീവിക്കും. കഴിക്കരുതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? അത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിട്ടുള്ള കാര്യം, ചാടി വീണവര് കഴിച്ചു. ഇത് കഴിക്കുവിൻ, നീ ജീവിക്കുമെന്ന് പറഞ്ഞപ്പോഴോ വേണ്ട, ആർക്കും വേണ്ട. ഇത് ബദലിലാണ്. ഇതതിനുള്ള ആ വിഷത്തിനുള്ള മരുന്നാണ്. അന്ന് സംഭവിച്ച വിഷത്തിനുള്ള മരുന്ന്. അത് കഴിച്ചു മരിച്ചു, ഇത് കഴിക്കും ജീവിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഈ ജീവന്റെ വൃക്ഷമാകുന്ന കുരിശ് അത് ഈശോ തന്നെയാണല്ലോ. ഈശോ തന്നെയാണ് ജീവന്റെ വൃക്ഷം. ജീവൻ തരുന്ന കനി തരുന്ന വൃക്ഷം അത് ഈശോയാണ്. ദിവ്യകാരുണ്യം തരുന്നവൻ ഈശോയാണ്. അപ്പൊ ഈശോ തന്നെയാണ് ആ വൃക്ഷം. ഈശോയുടെ കുരിശാണ് ആ വൃക്ഷം. കുരിശിലാണ് രക്ഷ, കുരിശിലൂടെയാണ് രക്ഷ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, അത് ഈശോ പറയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അത് വെളിച്ചമാണ്, അത് സൂര്യനാണ്. അത് വെളിച്ചമാണെങ്കിൽ ഇരുട്ട് നിറഞ്ഞ ലോകത്ത് വെളിച്ചം പകരുന്നത് ആരാണ്? ഈശോയാണ്. യേശുവില്ലാത്ത ലോകം ഇരുട്ടിലാണ്. യേശുവില്ലാത്ത ലോകം ഇരുട്ടിലാണ്. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ഭൂമിയിലെങ്ങും അന്ധകാരം നട്ടുച്ച സമയം. യേശുവില്ലാത്ത ലോകം ഇരുട്ടാണ്. കാരണം അവനാണ് ലോകത്തിന്റെ വെളിച്ചം. യേശുവില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതം ഇരുട്ടാണ്. യേശുവില്ലാത്ത ഒരു കുടുംബത്തിന്റെ ജീവിതം ഇരുട്ടാണ്. യേശുവില്ലാത്തൊരു സമൂഹം ഇരുട്ടിലാണ്. അവിടെയൊക്കെ നമ്മൾ ദീപം തെളിക്കണം. ജീസസ്, യേശുവിന്റെ ദീപം, യേശുവാവുന്ന ദീപം, സുവിശേഷത്തിന്റെ ദീപം തെളിക്കും. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ചിറകാണെന്ന് പറഞ്ഞില്ലേ? കാരണം എന്താ? നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത് ആരുടെ തണലിലാണ്? ഈ മരം അല്ലെങ്കിൽ ഈ ചിറക് എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ട്. അതിന്റെ ചുവട്ടിൽ നമ്മൾ ആരംഭിക്കുന്നത്, ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ക്രിസ്തുവിന്റെ കുരിശുമരത്തിൽ നിന്നാണ്, അല്ലെ കുരിശിൽ നിന്നാണ്, കുരിശിന്റെ കീഴിലാണ് ഇത് ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ
നമ്മുടെ ചുറ്റും നമ്മുടെ മേൽ കരം വിരിച്ച് ആത്മാവിൻ്റെ കരങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളുണ്ട് എപ്പോഴും. അപ്പോൾ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ നയിക്കപ്പെടുന്നത്. ഇതൊക്കെ അതിൻ്റെ അർത്ഥങ്ങളാണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡ്. ഇത് സിനഡിൻ്റെ സ്ലൈഡായിരുന്നെങ്കിൽ അടുത്തത് നോക്കിയേ. അടുത്തത് നമ്മുടെ തൊട്ട് മുമ്പ്. ഓക്കെ, ഇത് നമ്മുടെ ജൂബിലിയുടേതാണ്. ജൂബിലിയിൽ എന്താണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറയും. ഇതൊക്കെ ഈ സമയമാണ്, ഈ സമയത്തിൻ്റെ പ്രത്യേകതയിൽ തരുന്നതാണ്. എന്താണത്? ജൂബിലിയുടെ ഇതിൽ പറയുന്നത് നമ്മളെല്ലാവരും പിൽഗ്രിംസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തീർത്ഥാടകരാണെന്ന് പറഞ്ഞു. ഈ തീർത്ഥാടക സഭ നമ്മളെങ്ങനെയാണ് പോവുക? പ്രത്യാശയോടെ പോവുക. പ്രത്യാശയാണ്, പ്രത്യാശയോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മൾ, അല്ലേ? പിൽഗ്രിംസ് ഹോപ്പ്, പ്രത്യാശയുള്ള തീർത്ഥാടകർ എന്ന് പറഞ്ഞാൽ ഈ തീർത്ഥാടകരാണ്. ഒപ്പം നമുക്ക് എന്തുണ്ട്? പ്രതീക്ഷയുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരും. നമ്മൾ നിരാശരല്ല, നമുക്കൊരു കൂടെ ആളുണ്ട്, നമുക്ക് ബലമുണ്ട്, നമുക്ക് ശക്തിയുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ അതെന്താണെന്ന് നോക്കിയേ. 4 ആൾക്കാർ, 4 വ്യത്യസ്ത കളറുകൾ. അവരെന്താ ചെയ്തേക്കണേ? ഒരാൾ മറ്റേ ആളുടെ തോളിൽ പിടിച്ചിരിക്കുകയാണ്, അല്ലേ? ഒരാൾ മറ്റേ ആളുടെ തോളിൽ പിടിച്ചിരിക്കുക. മുമ്പിലുള്ള ആളെ എവിടെ പിടിച്ചിരിക്കുന്നു? അതിൽ കുരിശിൽ ആശ്ലേഷിച്ചിരിക്കുക. കുരിശോ വളഞ്ഞുപോയി, കുരിശ് അവരിലേക്ക് ചാഞ്ഞിരിക്കുന്നു. കണ്ടോ? കുരിശ് അവരിലേക്ക് ചാഞ്ഞിരിക്കുന്നു. അയാൾ കുരിശിനെ ആലിംഗനം ചെയ്ത് മുറുകെ പിടിച്ചിരിക്കുന്നു. പുറകെ വന്നവരൊക്കെ അയാളെ മുറുകെ പിടിച്ചിരിക്കുന്നു. എന്നിട്ട് അടിയിലെന്താണ്? വെള്ളമാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ബോട്ടിലാണ്, അവരൊരു വഞ്ചിയിലാണ്, അവരൊരു കപ്പലിലാണ്. പിന്നെ എന്തുണ്ട്? കുരിശിൻ്റെ താഴെ എന്തുണ്ട്? നങ്കൂരമുണ്ട്, ആങ്കറിങ് ഇല്ലേ? അപ്പോൾ വെള്ളത്തിൽ നങ്കൂരമിടാനുള്ള നങ്കൂരം അവിടെയുണ്ട്. യേശുവാവുന്ന രക്ഷകനാണ് നമ്മുടെ നങ്കൂരം. യേശുവിൻ്റെ കുരിശാണ് നമ്മുടെ നങ്കൂരം. നങ്കൂരമിടുന്നപ്പോഴാണ് കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോൾ, പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട. ആരൊക്കെ എന്തൊക്കെ ഈ ലോകത്ത് നമുക്കെതിരെ ചെയ്താലും നമ്മൾ ഭയപ്പെടേണ്ട. കാരണം എന്താ? നമുക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു നങ്കൂരം തനിയെ വീഴും. മനസ്സിലായോ? ഒരു നങ്കൂരം തനിയെ വീഴും. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി വരുന്ന നങ്കൂരം. നമ്മളെന്താ ചെയ്യണ്ടേ? നമ്മൾ അവനെ ആശ്ലേഷിച്ചാൽ മാത്രം മതി. അവനെ ആശ്ലേഷിച്ചാൽ മാത്രം മതി. അപ്പം 4 വ്യത്യസ്ത കളറുകൾ, 4 കോർണറുകളാണ്. ലോകത്തിൻ്റെ 4 മൂലകളാണ്. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും. ദ ഹോൾ ഹ്യൂമാനിറ്റി, ദ ഹോൾ ചർച്ച്, സഭ മുഴുവനും, ദ ഹ്യൂമാനിറ്റി മുഴുവനും, മനുഷ്യകുലം മുഴുവനുമാണ്, സഭ മുഴുവനുമാണ്. യാത്ര ചെയ്യുന്നു. അത് ബോട്ടിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് സഭയുടെ പ്രതീകം കൂടിയാണ്. സഭയുടെ പ്രതീകമാണ് ബോട്ട്. യാത്ര ചെയ്യുന്ന ജലത്തിലൂടെ യാത്ര ചെയ്യുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്തതുപോലെ യേശു ആ വഞ്ചി കിടന്നുറങ്ങി. അപ്പോൾ കാറ്റും ഒക്കെ കടലൊക്കെ ശക്തമായി ഇവർ ഭയപ്പെട്ടു. യേശു എന്താ പറയാ? അല്പവിശ്വാസികൾ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? യേശു ഉറങ്ങിപ്പോയെന്ന് വിചാരിച്ച് ഇവർ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? കാരണം എന്താ? അവൻ ഉറങ്ങിയാലും അവനവിടെ ഉണ്ടല്ലോ. അവൻ ഉറങ്ങിയാൽ അവൻ വിശ്രമിച്ചോട്ടെ, പക്ഷെ അവനവിടെ ഉണ്ടല്ലോ. യേശുവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് എന്തിനാണ് ഭയം? കാറ്റ് വന്നാലും കോള് വന്നാലും ഇടലക്ക് മറിഞ്ഞാലും ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് ഇതും ഈ ജോയ്ഫുൾ നേച്ചർ, ആനന്ദത്തോടുകൂടെ കുരിശിനെ ആശ്ലേഷിച്ച് കർത്താവ് നങ്കൂരം ഇട്ടുകൊള്ളും. അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ അവൻ നങ്കൂരം ഇട്ടുകൊള്ളും എന്നുള്ള പ്രത്യാശയോടെ കൂട്ടായ്മയിൽ. അതാണ് ഒരാൾ മറ്റൊരാളുടെ തോളിൽ പിടിച്ചിരിക്കുന്നത്. ഇൻ കമ്മ്യൂണിയൻ, ഇൻ പാർട്ടിസിപ്പേഷൻ, വിത്ത് എ മിഷൻ, ഇൻ ജോയ്ഫുൾ നേച്ചർ, വിത്ത് ജോയ്. അങ്ങനെ പോകണം. അവൻ നങ്കൂരം ഇട്ടുകൊള്ളും. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇത് രണ്ടും നമ്മൾ മനസ്സിലും ഓയാതെ സൂക്ഷിക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ പ്രതീക്ഷയാണ്. ഈ 2 പിക്ചർ കാണുമ്പോൾ തന്നെ ധൈര്യം വരും. ഓട്ടോമാറ്റിക്കലി ഒരു ധൈര്യം വരും, ഓട്ടോമാറ്റിക്കലി ഒരു സന്തോഷം വരും. വരണം. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സഭ എന്ന് പറയുമ്പോൾ സഭയുടെ ഇത് നോക്കിയേ, പലതരം മോഡലാണ് സഭയ്ക്ക്, മാതൃക അല്ലെങ്കിൽ നമ്മൾ പലതരം രൂപങ്ങൾ നമ്മുടെ സഭയ്ക്ക്, പലതരം ദൗത്യങ്ങൾ നമ്മുടെ സഭയ്ക്കുണ്ട്. ഒന്നാമത്തെ എന്താ? ദ ഹെറാൾഡ് മോഡൽ ചർച്ച്. ഹെറാൾഡ് മോഡൽ ചർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഘോഷകയാണ് സഭ. സുവിശേഷം പ്രഘോഷിക്കാനാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. വി ആർ കോൾഡ് ടു എവാഞ്ചലൈസ്. വിളിക്കപ്പെട്ടിരിക്കുന്നത് പ്രസംഗിക്കാണ്.
അപ്പൊ സുവിശേഷ പ്രഘോഷകയായ സഭ, നമ്മളെല്ലാവരും പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഹെറാൾഡ് മോഡൽ ചർച്ച്. രണ്ടാമത്തതോ വിറ്റ്നസിംഗ് മോഡൽ ചർച്ച്. വിറ്റ്നസിംഗ് മോഡൽ, നമ്മൾ സാക്ഷ്യം വഹിക്കണം. പ്രഘോഷിച്ചാൽ മാത്രം പോരാ, വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, നിന്റെ ജീവിതവും ഒരു പ്രഘോഷണമാക്കി മാറ്റണം, സാക്ഷ്യം വഹിക്കണം. വിറ്റ്നസിംഗ് മോഡൽ. ഒരു പ്രായപൂർത്തി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു രോഗിണിയായ ഒരു വൃദ്ധ മാതാവിനെ പരിചരിക്കുന്നത് സാക്ഷ്യമാണ് ഈശോയുടെ നാമത്തിൽ. മദർ തെരേസ പറഞ്ഞതുപോലെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്നു, നിങ്ങൾ യേശുവിനെ കണ്ടതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. ഇല്ലേ? പത്രോസ് പറഞ്ഞില്ലേ, വെള്ളിയോ സ്വർണ്ണമോ എൻ്റെ കൈവശമില്ല. അതെപ്പോഴാണ് പത്രോസിന് അങ്ങനെ തോന്നിയത്? പെന്തക്കോസ്ത് കഴിഞ്ഞപ്പോഴാണ്. പെന്തക്കോസ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, ഇനി വേറൊന്നും വേണ്ട, വേറൊന്നും വേണ്ട, യേശുനാമം മാത്രം മതി. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ പഠിക്കണം. ഞാൻ എൻ്റെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇത് പഠിക്കുകയാണ്, ഹെബ്രായരുടെ പുസ്തകം പഠിക്കാൻ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പെന്തക്കോസ്ത് കഴിഞ്ഞാൽ പിന്നെ ശിഷ്യന്മാർ പറയുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാക്ക് എന്താണെന്നറിയോ? യേശുനാമം. പെന്തക്കോസ്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? പെന്തക്കോസ്ത് കഴിഞ്ഞിട്ട് അപ്പോസ്തലന്മാർ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഏതാ? യേശുനാമം. യേശുനാമം. അവന്റെ നാമത്തിൽ. അവർ ശത്രുക്കൾ പറയുന്നത് യേശുനാമം. അതാണ് തമാശ. സാൻഹെദ്രിൻ സംഘവും ഫരിസേയരൊക്കെ പറയുന്നത് യേശു എന്നുള്ള പേര് ഉപയോഗിക്കൂല. നിങ്ങൾ ശരിക്കും ശ്രദ്ധയോടെ വായിക്കണം. ഈ അപ്പോസ്തലന്മാര് സുവിശേഷമൊക്കെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് ദേഷ്യം കയറും ഈ സാൻഹെദ്രിൻ സംഘത്തിന്. ദേഷ്യം കയറുമ്പോൾ അവരെ വിളിക്കും, ശിക്ഷിക്കാൻ വേണ്ടി ശിക്ഷിക്കാൻ വേണ്ടി വിളിച്ചിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യും. ആ സമയത്ത് അവർ യേശുവിൻ്റെ എന്ന് പറയില്ല, അവന്റെ നാമത്തിൽ എന്ന് പറയുള്ളൂ. മനസ്സിലായോ? ആ നാമത്തിന്റെ പവറാണ്, ദ പവർഫുൾ നെയിം ഓഫ് ജീസസ്. ആ നാമത്തിന്റെ പവർ ശിഷ്യന്മാർ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ്, ആത്മാവിന്റെ നിറവിലാണ്. അതുവരെ അവർക്ക് അത് ബോധ്യം വന്നില്ല. യേശുനാമത്തിന്റെ പവർ. അവർക്ക് ആ പേര് പറയാൻ പേടിയാണ് സംഘത്തിന്. ശത്രുവിന് ആ പേര് പറയാൻ, അവന്റെ നാമത്തിൽ ഇനി മേലാൽ സംസാരിക്കരുത്, അങ്ങനെ പറയാൻ. ശിഷ്യന്മാരപ്പം തന്നെ പറയും, ഞങ്ങൾ ആരെ അനുസരിക്കണം, ഞങ്ങളത് കണ്ടതാണ്, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചതാണ്. യേശുനാമത്തിൽ ഞങ്ങൾ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നവരെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. അങ്ങനെ പത്രോസ് പറയാം. എന്ത് ധൈര്യമാണ്! സാൻഹെദ്രിൻ സംഘത്തിൽ കൊല്ലാണ് അധികാരമുള്ളത്. അവരുടെ മുമ്പിൽ ചെന്നിട്ട് പത്രോസ് പറയാം, നിങ്ങൾക്ക് അതിനു മുമ്പ് എന്താ പറഞ്ഞത്? പെന്തക്കോസ്തിക്ക് മുമ്പ് എനിക്കവനെ അറിയില്ല. ഒരു പെണ്ണിന്റെ മുമ്പിൽ പറഞ്ഞു എനിക്കവനെ അറിയില്ല. ഇപ്പോഴത്തെ സാൻഹെദ്രിൻ സംഘത്തിന് മുമ്പിൽ പറയുന്നു, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നവനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. അവന്റെ നാമത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുകയല്ല ചെയ്യും. നമ്മുടെ ധൈര്യമാണ്. അതാണ് ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയോടെ. അതുകൊണ്ട് പത്രോസ് ഈ പെന്തക്കോസ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ പറയുക? വെള്ളിയോ സ്വർണ്ണമോ എൻ്റെ കൈവശമില്ല. തളർവാദ രോഗിയെ കണ്ടപ്പോൾ പറയാം, വെള്ളിയോ സ്വർണ്ണമോ എൻ്റെ കൈവശമില്ല, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് ചാടി. അതാണ് സ്പിരിറ്റ്. അപ്പൊ അത് ആ ഒരു ശക്തി അതിപ്പോഴും നിലനിൽക്കുന്നു. ജീവനോടെ സജീവമായിട്ട് നമ്മുടെ ധൈര്യം അതാണ്, നമ്മുടെ ശക്തി അതാണ്, നമ്മുടെ പവർ അതാണ്. അതൊരു ക്രിസ്ത്യാനിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റും, ഒരു ക്രിസ്തു വിശ്വാസിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റും. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് വിറ്റ്നസിങ് എന്ന് പറയുന്നത്. പത്രോസിന്റെ സാക്ഷ്യം കണ്ടു, പിന്നെ പേടിയില്ല പത്രോസിന്, തിളക്കുക പത്രോസ്, മരിക്കാൻ റെഡി, ഒന്നോ നോ പ്രോബ്ലം. കാരണം ജീവൻ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു, ജീവന്റെ വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ അതാണ് സാക്ഷി എന്ന് പറയാം. അപ്പൊ നമ്മളങ്ങനെ പ്രഘോഷിക്കണം, ഒപ്പം തന്നെ സാക്ഷി നൽകണം. മൂന്നാമത് നോക്കിയേ, സെർവന്റ് മോഡൽ ചർച്ച്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വെറും ദാസരാണെന്ന് മറന്നുപോകരുത്. നമുക്കിത് ദാനമായി കിട്ടിയിട്ടുള്ള ഗിഫ്റ്റാണ്. ഗ്രേസ്, ഓൺലി ബിക്കോസ് ഓഫ് ഗ്രേസ്. ദാനമായി കിട്ടിയിട്ടുള്ളത്. നമ്മൾ വെറും ഉപകരണങ്ങളോ ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. നമ്മൾ വെറും കാര്യസ്ഥര് മാത്രമാണ്. വെറും കാര്യസ്ഥരാണ്. നമ്മൾ ഇതിൻ്റെ ഉടമകളല്ല, നമ്മൾ ഇതിൻ്റെ യജമാനന്മാരല്ല, നമ്മൾ കാര്യസ്ഥര് മാത്രമാണ്. നമ്മളിതിൻ്റെ സംരക്ഷകരാണ്, നമ്മളിതിൻ്റെ പ്രഘോഷകരാണ്, നമ്മളിതിൻ്റെ വിതരണക്കാരാണ്. ഈശോ എന്താ ചെയ്തേ? അപ്പം എടുത്തു വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. യേശുവല്ല വിതരണം ചെയ്തത്,
യേശുവാണോ വിതരണം ചെയ്തത്? അല്ല, യേശു തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു, അവരാണ് വിതരണം ചെയ്തത്. ഇതാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ വിതരണക്കാർ മാത്രമാണ്. നമ്മളല്ല അപ്പം വാഴ്ത്തിയത്, നമ്മളല്ല അപ്പം വർദ്ധിപ്പിച്ചത്. അത് മൾട്ടിപ്ലിക്കേഷൻ ജീസസിൻ്റെ കയ്യിലാണ്. യേശുവാണ് അത് മൾട്ടിപ്ലൈ ചെയ്തത്. നമ്മൾ വെറും വിതരണക്കാരാണ്. വി ആർ സിംപിൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് ഗ്രേസ്. അവനാണ് ഉള്ളത്. അപ്പോൾ പരിശുദ്ധമ്മയും മധ്യസ്ഥ, എന്തിൻ്റെ കൃപകളുടെ മധ്യസ്ഥ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? അത് ഈ അർത്ഥത്തിലാണ്. അവനാണ് വാഴ്ത്തിയത്, അവനാണ് വർദ്ധിപ്പിച്ചത്, അവൻ നമ്മളെ ഏൽപ്പിച്ചു. വിതരണക്കാർ മാത്രമാണ് നമ്മൾ, സിംപിൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നിങ്ങൾ കുർബാനയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുർബാനയ്ക്ക് കമ്മ്യൂണിയൻ കൊടുക്കുന്ന സമയമാകുമ്പോൾ സിസ്റ്റേഴ്സ് കമ്മ്യൂണിയൻ കൊടുക്കാൻ വരും അല്ലേ? സിസ്റ്റേഴ്സ് കമ്മ്യൂണിയൻ കൊടുക്കാൻ വരുമ്പോൾ അച്ഛനെടുത്ത് കൊടുക്കും. സിസ്റ്റർ നേരിട്ട് എടുക്കാൻ പാടില്ല. ആൾക്കാരിൽ നിന്ന് നേരിട്ട് തിരുവോസ്തി എടുത്ത് കൊടുക്കാൻ പാടില്ല. ഒരു കോർപ്പോറൽ എന്ന് പറയുന്ന ഒരു തുണിയുണ്ട്. ആ തുണി ഒരു ടവല്, ആ കോർപ്പോറൽ എന്ന് പറയുന്ന ടവലിനകത്താണ് ഇതെല്ലാം വാഴ്ത്തുന്നത്. യേശുവിൻ്റെ തിരുശരീരമാക്കി വാഴ്ത്തുന്നത്. എന്നിട്ട് അതിൽ നിന്ന് അച്ഛനെടുത്ത് കൊടുക്കും. അതിലേക്ക് ആർക്കെങ്കിലും എടുക്കാനോ ആർക്കെങ്കിലും വയ്ക്കാനോ പാടില്ല. അതാണ് വിതരണം ചെയ്തത്. പിന്നെ എന്താ പറയുക, കൊടുക്കാൻ വേണ്ടി, ഇതെല്ലാവർക്കുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് അച്ഛനെടുത്ത് കൊടുക്കും. അതുപോലെ തിരിച്ചു വയ്ക്കാൻ പാടില്ല. അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കും, അച്ഛനോട് വയ്ക്കും. അങ്ങനെ അത് ജീസസ് ചെയ്ത ആ കാര്യമാണ്. നമ്മൾ വെറും വിതരണക്കാർ മാത്രമാണ്, നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് വിതരണക്കാരായി നമുക്ക് എന്താണ് അഹങ്കരിക്കാനുള്ളത്? നമ്മൾ വെറും സെർവൻസാണ്. അവനതുകൊണ്ടാണ് ഈ പാദം കഴുകൽ ശുശ്രൂഷ ഈശോ കാണിച്ചത് എന്തിനാണെന്നറിയോ? പാദം കഴുകൽ ശുശ്രൂഷ കാണിച്ചത് എന്തിനാ? അതായത് അതങ്ങനെ ഈശോ അങ്ങനെ ചെയ്തത് എന്തിനാ? ശിഷ്യന്മാരുടെ പാദം കഴുകിയ എന്തിനാ? അതായത് അതിനു മുമ്പ് അവരുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ടായത്. എന്തായിരുന്നു ചർച്ച? ആരാണ് വലിയത്? ശിഷ്യനൂട്ടുശാലയിലേക്ക് പോകും മുമ്പ് ശിഷ്യന്മാരുടെ ഇടയിലുള്ള ചർച്ച അതാണ്. കാരണം അവരെല്ലാവരും വിചാരിക്കുന്നു ഈശോ ഇപ്പോൾ ഒരു ദൈവരാജ്യം സ്ഥാപിക്കും. ഇവൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പം ഉടനെ തന്നെ ഇവനൊരു രാജ്യം സ്ഥാപിക്കും. ഇത് തന്നെ യഹൂദരുടെ വിശ്വാസവും. യഹൂദരുടെ വിശ്വാസം എന്താ? മിശിഹ വന്നു കഴിയുമ്പോൾ ഒരു രാജ്യം സ്ഥാപിക്കും. പക്ഷെ അവർ വിചാരിച്ച രാജ്യം എന്താ? പൊളിറ്റിക്കൽ കിങ്ഡം. പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയം. സാധാരണ മറ്റെല്ലാ ഇപ്പം ഭൂമിയിലുള്ള രാജ്യങ്ങളെക്കാൾ ഉന്നതമായ ഒരു രാജ്യം, ഇസ്രായേൽ രാജ്യം, ഉന്നതമായ രാജ്യം മിശിഹ സ്ഥാപിക്കും. എല്ലാവരും അതിൻ്റെ കീഴിലാവും. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കിങ്ഡത്തെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ രാജാവാണെന്ന് പറഞ്ഞു. സീസർ അല്ലാതെ ഞങ്ങൾക്ക് രാജാവില്ല എന്നൊക്കെ പറഞ്ഞില്ല ഇവര്. പക്ഷെ ഈശോ ആഗ്രഹിച്ചത് പൊളിറ്റിക്കൽ കിങ്ഡം ആണോ? അല്ല. അപ്പോൾ ഈ ശിഷ്യന്മാരങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. അവൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഉടനെ ഒരു രാജ്യം അവൻ സ്ഥാപിക്കുമ്പോൾ ആരായിരിക്കും അതിൽ പ്രധാനപ്പെട്ട ആൾ? പത്രോസിന് അറിയാം. പത്രോസിന് ഒരു പ്രധാന സ്ഥാനം കിട്ടും. യോഹന്നാൻ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊരു തോന്നൽ അവർക്കുണ്ട്. അപ്പോൾ യോഹന്നാന് കിട്ടും. പിന്നെ ആർക്കൊക്കെ കിട്ടും? യൂദ ഈശോയുടെ ബന്ധുവാണ്, അവന് കിട്ടാം. പിന്നെ ആർക്ക് കിട്ടും? എനിക്കൊക്കെ എന്ത് കിട്ടാം എന്നുള്ള ചിന്തയാണ്. യൂദാസ് പറയും, കിട്ടിയത് കിട്ടി, കയ്യിലുള്ള കാശ് അതിരിക്കട്ടെ, ഇനിയൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഇവര് ആരാണ് വലിയത്, ആർക്കാണ് പ്രമുഖ സ്ഥാനം ഇനി കിട്ടാൻ പോകുന്നത്? കാരണം സമയമായി. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈശോ ഒരു ശിശുവിനെ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ഈ ശിശുവിനെ പോലെ വിനയം വേണം, നിഷ്കളങ്കത വേണം. അത് കഴിഞ്ഞിട്ട് ഈശോ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ കാണുന്നറിയോ? ഇവരിങ്ങനെ പ്രവേശിക്കുമ്പോൾ ഊട്ടുശാലയിലോ ഒരു വീട്ടിലൊക്കെ പ്രവേശിക്കുമ്പോൾ പാലസ്തീനായാലും സ്ഥിരമായിട്ട് വെള്ളം വെക്കും, കാല് കഴുകുക ഇല്ലേ? ഇവരെല്ലാവരും പാദം കഴുകിയിട്ട് വേണം അകത്ത് കയറാൻ. എല്ലായിടത്തും അങ്ങനെയാണ്. വീട്ടിലൊക്കെ കാല് കഴുകേണ്ട അകത്ത് കയറില്ല. കാരണം അവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെയാണ്, പൊടിയാണ്. പുറത്ത് പാദം കഴുകിയിട്ട് പാദം, അതൊരു ആചാരമൊന്നുമല്ല. ഇപ്പം ഈ ഇസ്ലാം മതത്തിൽ അവരുടെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പാദം കഴുകും. അത് ആചാരം കൂടിയാണ്. പക്ഷേ മറ്റത് അങ്ങനെയല്ല. അവർ വീട്ടിൽ കയറുമ്പോൾ ഒരു പാദം കഴുകുന്നത് അവിടെ പൊടിയുള്ളത് കൊണ്ടാണ്. അവിടെ പൊടിയുണ്ട്, പാദം കഴുകാൻ കയറാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ സാധാരണ എന്താ ചെയ്യുന്നത്? രണ്ടുപേരും ഒരുമിച്ച് വന്ന് എന്ത് ചെയ്യുമെന്നറിയോ? രണ്ടുപേരും ഒരുമിച്ച് ആ വീട്ടിലേക്ക് വരിക. അപ്പോൾ ഒരാൾ മറ്റേയാൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും, കഴുകാനുള്ള എളുപ്പത്തിന്. അത്രേ ഉള്ളൂ. കഴുകാനുള്ള എളുപ്പത്തിന് ഒരാൾ മറ്റേയാൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് രണ്ടുപേരും പരസ്പരം ചെയ്യും. രണ്ടവർ കയറും. ഇനി ഇത്തിരി കാശുള്ള വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? അവിടെ ഒരു ദാസനുണ്ടാവും, വേലക്കാരനുണ്ടാവും. ആ വീട്ടിലേക്ക് വരുന്ന എല്ലാവർക്കും അയാൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു വേലക്കാരനുണ്ടാവും. കാരണം ഇത് ദാസ്യവൃത്തിയാണ്. വെള്ളമൊഴിച്ച് കൊടുക്കൽ ദാസ്യവൃത്തിയാണ്. ഇവർ സഹോദരങ്ങളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അത്രേ ഉള്ളൂ. സഹോദരങ്ങളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും.
ഇതിൻ്റെ നിന്നാണ് ഈശോ അല്ല. അപ്പോ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ തർക്കം എന്താ? ആരാണ് വലിയവൻ? അപ്പൊ ഒരാളുടെ കാലിൽ വെള്ളമൊഴിക്കാൻ മറ്റൊരാൾ കുമ്പിടണോ? ദാസനെ പോലെ പെരുമാറണോ? അതിനുള്ള വിനയം വേണോ? അതില്ല. ഞാനാണല്ലോ പ്രധാനപ്പെട്ട സ്ഥാനം എടുക്കാൻ പോണേ. അപ്പൊ നിന്റെ മുമ്പിൽ ഞാൻ നിന്റെ മുമ്പിൽ. അതുകൊണ്ട് എന്ത് ചെയ്തു? ആരും പാദം കഴിയില്ല. മണ്ടന്മാര് ആരും പാദം കഴിയില്ല. തന്നെയല്ല, അവിടെ പോയിട്ട് നടുക്കാണ് എപ്പോഴും പ്രധാനപ്പെട്ട ആളിരിക്കണം. ഈശോ തന്നെ പറഞ്ഞില്ലേ, വിരുന്നിനെ ക്ഷണിക്കുമ്പോൾ ഏറ്റവും പിന്നീ പോയിരിക്കണം, നിങ്ങളെ വിളിച്ചിരുത്തുമെന്ന്. അത് വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട ഈശോ പറയുന്നത് അവിടെ ഈ സിനഗോഗിൽ ശനിയാഴ്ച ദിവസങ്ങൾ സിനഗോഗിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഭക്ഷണമുണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ പൊതുജനങ്ങൾക്ക് പുറത്ത് പൊതുവായിട്ട് കൊടുക്കും. VIPs ഉണ്ടാവും. ഇപ്പൊ റബ്ബിമാർ അങ്ങനെയുള്ള ആളുകളൊക്കെ അല്ലേ, ഫരിസേ പ്രമുഖർ അങ്ങനെയുള്ള ആൾ, അവർക്കൊക്കെ ഏതെങ്കിലും വീട്ടിലായിരിക്കും. അപ്പൊ വികാരിയച്ഛന് വീട്ടിൽ അറേഞ്ച് ചെയ്യും, നാട്ടുകാർക്കൊക്കെ പുറത്തെന്ന് പറഞ്ഞ പോലെ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഈശോയെ അങ്ങനെ ഒരു VIP ആയിട്ടാണല്ലോ കാണുന്നത്. ഈശോ ഒരു VIP ആണ്, റബ്ബിയായിട്ടാണ് ഈശോയെ അവർ കണ്ടിരുന്നത്. അപ്പൊ ഈശോയെ അങ്ങനെ വീട്ടിലേക്ക് അങ്ങനെ ശിമയോന്റെ വീട്ടിൽ ഈശോയെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ഇല്ലേ? കുഷ്ഠരോഗിയായ ശിമ, പണ്ടെങ്ങാനും കുഷ്ഠരോഗമൊന്നും മാറിയത്, അയാളുടെ പേര് ഇപ്പോഴും കുഷ്ഠരോഗിയായ ശിമയോ എന്നാണ്. അയാളുടെ വീട്ടിലാണ് പാപിനിയായ സ്ത്രീ ചെന്ന് പാദം ഈശോയുടെ പാദം കണ്ണീരുകൊണ്ട് കഴുകണതൊക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ പ്രമുഖ സ്ഥാനം. അപ്പൊ ആ പ്രധാനപ്പെട്ട വ്യക്തി നടുക്കിരിക്കും. അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്നതൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. പ്രാധാന്യമില്ലാത്തവരൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സീറ്റും കൂടി പിടിക്കണം, എന്നാൽ എൻ്റെ കാര്യം ഉറപ്പാവുള്ളൂ. ഞാനാണ് വലുതെന്ന് ഇവന്മാർക്ക് തോന്നണം എന്ന് പറയും. ഇവർ ഇടിച്ച് കയറുക. അപ്പൊ പാപമൊന്നും കഴിയില്ല. യേശുവിനെ സത്യം പറഞ്ഞത് കണ്ടിട്ട് സങ്കടം തോന്നി. ഈ 3 കൊല്ലം ഈ മണ്ടന്മാരെ വെച്ചു. ഇവർ മണ്ടന്മാരായിപ്പോയി. എപ്പോഴും ഇവരുടെ മണ്ടത്തരം മാറി? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്തവൻ മണ്ടനാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നമ്മൾ മണ്ടന്മാരാണ്. അപ്പൊ ഇവര് മണ്ടത്തരം കാണിക്കുകയാണ്. അപ്പൊ ഈശോയ്ക്ക് സങ്കടം തോന്നിയിട്ടുണ്ടാകും. ഇത്രയും ദിവസങ്ങൾ ഇതെല്ലാം കണ്ടു, ഇതെല്ലാം കേട്ടു, ഇതെല്ലാം പറഞ്ഞു, എന്നിട്ട് ഇവർക്ക് മനസ്സിലാവണില്ലല്ലോ നോക്കട്ടെ. അങ്ങനെ യേശു എന്ത് ചെയ്തു? ചെന്നിട്ട് ഉടനെ തന്നെ മേലങ്കി എന്താണ്? താൻ ഗുരുവാണ്, ഗുരുവിൻ്റെ മേലങ്കിയാണ്. ഗുരുവിൻ്റെ മേലങ്കി വലിച്ചു മാറ്റി. എന്നിട്ട് ദാസന്റെ ഉടയാടി എടുത്ത് കെട്ടി അരയിൽ കെട്ടുമ്പോൾ ദാസനാണ്. മേലങ്കി തോളിലിടുന്നത് യജമാനനാണ്, ഗുരുവാണ്, റബ്ബിയാണ്. അതങ്ങെടുത്ത് മാറ്റി. തൻ്റെ അധികാരവും തൻ്റെ മഹത്വവും എല്ലാം മാറ്റി. എന്നിട്ട് ഇവരെക്കാൾ താഴ്ന്നവനായി. കണ്ടോ? ഇവരുടെ പാദം കഴുകാൻ ഇവരുടെ ദാസനായി, ആ വീടിന്റെ വാതിക്കൽ കാല് കഴുകാൻ നിൽക്കുന്ന വേലക്കാരനായി ഈശോ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദം കഴുകി. ഇതാണ് സെർവന്റ് മോഡൽ. ദാസനാണെന്ന് പറയുന്നൊരു ബോധം നമുക്കുണ്ടാവും. ദാസനാണ് എന്നൊരു ബോധം നമുക്കുണ്ടാവും. നമ്മൾ യജമാനന്മാരാണെന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അഹന്ത. അല്ല, അങ്ങനെ ആഗ്രഹിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതൊരു വീട്ടിലാകാം, ഒരു കോൺവെന്റിലാകാം, ഒരു പള്ളിയിലാകാം, ഒരു രൂപതയിലെ എവിടെയാകാം. ഞാൻ ഐ ആം സുപ്പീരിയർ എന്ന് ചിന്തിക്കുന്നിടത്ത് ക്രിസ്തു വസിക്കുന്നില്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല. ഐ ആം എ സെർവന്റ് ഓഫ് ജീസസ്. അതുകൊണ്ടാണ് മാർപ്പാപ്പമാര് സെർവന്റ് ഓഫ് സെർവൻസ് ഓഫ് ഗാഡ്, സെർവോരും ദൈ എന്ന് പറയുക. സെർവോരും ദൈ, ദാസന്മാർ, ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദാസൻ. അങ്ങനെ മാർപ്പാപ്പയുടെ വിശേഷണം. പേരിൻ്റെ അടിയിൽ എഴുതുന്നു യോഹാനസ് പൗലോസ് സെക്കന്തോ, യോഹാനസ് പൗലോസ് സെക്കന്തോ. സെർവോരും ദൈ, ദാസന്മാരുടെ ദാസനാണ്. അങ്ങനെയാണ്. അപ്പം അതാണ് ആ മോഡല്. മറ്റത് 4-ാമത്തെ അക്കമ്പനിയിങ് ചർച്ച. നമ്മൾ ഇന്നലെ പറഞ്ഞു, അക്കമ്പനിമെന്റ്, കൂടെ നടക്കണം. വേദനിക്കുന്നവൻ്റെ, വിശക്കുന്നവൻ്റെ, ദാഹിക്കുന്നവൻ്റെ, യോഗ്യതയില്ലാത്തവൻ്റെ, അന്തസ് നഷ്ടപ്പെട്ടവൻ്റെ, വെളിച്ചമില്ലാത്തവൻ്റെ കൂടെ, മുറിവേറ്റതിനെ തോളിലേറ്റാൻ, മുറിവേറ്റതിനെ വെച്ച് കെട്ടാൻ, തളർന്നു പോയതിനെ തോളിലേറ്റാൻ, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു മനസ്സ് കാണുന്ന. നമ്മൾ നോക്കുമ്പോൾ മുറിവേറ്റ മനുഷ്യനെ വെച്ച് കെട്ടണം, തളർന്നു പോയതിനെ തോളിലേറ്റണം, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തണം. ഒരിടയൻ്റെ മനസ്സ്, ആടുകളുടെ ചൂരും മണവുമുള്ള ഇടയൻ്റെ മനസ്സ്. നമുക്ക് എവരി ബാപ്റ്റൈസ്ഡ് പേഴ്സൺ
ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും ചൂര്, ഇടയന്റെ ചൂര്. അതാണ് അങ്ങനെ അക്കം വരുന്നത്. അങ്ങനെയുള്ള ആളുകളൊപ്പം നടക്കുക, കൂടെ നടക്കുക, അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത് വരെ അവരുടെ കൂടെ ആയിരിക്കുക. അവസാനം റെക്കൺസൈലിംഗ് ചർച്ച്, അനുരഞ്ജനത്തിൻ്റെ മാതൃക. നമുക്ക് ശത്രുക്കളില്ല, സഭയിൽ ശത്രുക്കളില്ല, സഭയ്ക്ക് ശത്രു പാടില്ല. ദാറ്റ് ഈസ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ ശരീരമാണ്. അവിടെ വിഭജനം പാടില്ല, അവിടെ മുറിവേൽപ്പിൽ പാടില്ല. പത്രോസിൻ്റെ സഭ, പൗലോസിൻ്റെ സഭ, അപ്പോളോയുടെ സഭ എന്നോ, സഭ ക്രിസ്തുവിൻ്റെതാണ്. The church belongs to Christ. സഭ ക്രിസ്തുവിൻ്റെതാണ്. സഭ നമ്മുടെ ആരുടെയും സ്വന്തമല്ല, ആരുടെ കുത്തകയല്ല. എൻ്റെ സഭ ഇങ്ങനെയാണ്, എൻ്റെ സഭ അതൊന്നില്ല. സഭ ക്രിസ്തുവിൻ്റെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് നിരന്തരം ഒരു കേൾവിക്കുള്ള താല്പര്യം വേണം. ലിസണിങ് ടു ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനെ ശ്രവിക്കണം, പരിശുദ്ധാത്മാവിനെ ശ്രവിക്കണം. ആത്മാവിനെ ശ്രവിക്കാതെ സഭയിൽ ഒന്നും സാധ്യമല്ല. ആ ഒരു ബോധ്യം വരില്ല. സഭ ക്രിസ്തുവിൻ്റെതാണ്, അവൻ്റെ ശരീരമാണ്, അവൻ്റെ മണവാട്ടിയാണ്. അത് നമ്മൾ വിസ്മരിച്ചു പോകും. സഭ എൻ്റേതാണ്, ഞാൻ പറയുന്നത് പോലെ സഭ പോകണം. സഭ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് ആത്മാവെന്താ പറയണമെന്ന് കേൾക്കണം. ഞാൻ ഈ PUC-ലായിരുന്ന സമയത്ത് KCBC സഭാ നവീകരണം, കേരള സഭാ നവീകരണം പദ്ധതി. നിർഭാഗ്യവശാൽ അതെല്ലാം ഭംഗിയായിട്ട് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു എന്നല്ലാതെ നവീകരണമൊന്നും കാര്യമായിട്ട് നടന്നില്ല. ഒരുക്കങ്ങൾ വളരെ ഭംഗിയാണ്, അതെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. എല്ലാ മെത്രാന്മാരും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും വളരെയേറെ. കാരണം അത്ര നല്ല ഒരുക്കങ്ങൾ നടന്നു. ഒത്തിരി പഠനങ്ങൾ, ഒത്തിരി മനുഷ്യരെ കേട്ടു, ധാരാളം പേര് വന്ന് കരഞ്ഞു. നമ്മൾ ഈ 2 വർഷം, ആദ്യത്തെ എനിക്ക് തോന്നുന്നു 2 വർഷത്താണ്, പ്രത്യേകിച്ച് ആദ്യത്തെ 1 വർഷം ശ്രവണകാലം എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് എല്ലാവരും കേൾക്കുക. എല്ലാ മേഖലയിലും പെട്ട ആളുകൾ അവിടെ വന്നു. അങ്ങനെയുള്ള എല്ലാ മേഖലയിലും പെട്ട ആളുകൾ അവർ വന്നു. അവർ ചർച്ച ചെയ്തു, അവരെ സെമിനാറുകൾ, ചർച്ചകളൊക്കെ നടന്നു. ചിലരൊക്കെ നെഞ്ചത്തടിച്ച് കരഞ്ഞു. സീരിയസ്ലി ഞാൻ പറയുന്നത്, വലിയ ഉന്നതരായ സഭയിൽ അംഗങ്ങൾ, വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു, അവരൊക്കെ സങ്കടം, അവരൊക്കെ അവിടെ നിലവിളിച്ചു ചിലർ. കാരണം സഭയ്ക്കേറ്റ മുറിവുകൾ, സഭയ്ക്കേറ്റ തകർച്ചകൾ, സഭയ്ക്കേറ്റ അപമാനങ്ങൾ, ഇതൊക്കെ ഓർത്ത്, ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞവരുണ്ട്. സാധാരണ വിശ്വാസികളുണ്ട്, നല്ല ഉന്നതന്മാരെന്ന് സമൂഹം കരുതുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയെല്ലാം അവർക്ക് വേദനയാണ് സഭയെക്കുറിച്ച്. അപ്പോൾ നമ്മളവിടെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശ്രവിക്കുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ ശ്രവിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുന്നു. ആത്മാവിൻ്റെതാണ് സഭ. ആത്മാവ് ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് സഹായകനത്ത് അവൻ നിങ്ങളെ പഠിപ്പിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 15-ാമത്തെ അധ്യായത്തിൽ എന്തിനാണ് ജെറൂസലേം കൗൺസിൽ കൂടിയത്? ജെറൂസലേം കൗൺസിൽ കൂടിയത് അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഒരു പ്രശ്നം വന്നപ്പോഴാണ്. മാമോദീസ സ്വീകരിക്കുന്ന വിജാതീയർക്ക് അങ്ങനെ മാമോദീസ നേരിട്ട് സ്വീകരിക്കാൻ പാടുണ്ടോ? ഇതായിരുന്നു പ്രശ്നം. നേരിട്ട് അവർക്ക് മാമോദീസ സ്വീകരിക്കാൻ പാടുണ്ടോ? ഇനി മാമോദീസ സ്വീകരിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പാടുണ്ടോ? കാരണം ചിലർ വാദിക്കുകയാണ്, അവർ മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് അബ്രഹാത്തിൻ്റെ സന്തതികൾക്ക് വേണ്ടിയിട്ടല്ല മിശിഹ വന്നിട്ടുള്ളത്. അവരാദ്യം അബ്രഹാത്തിൻ്റെ സന്തതിയാണ്, അതുകൊണ്ട് ആദ്യം പരിച്ഛേദനം സ്വീകരിക്കണം. അങ്ങനെ വാദിച്ചു അപ്പോസ്തലന്മാരുടെ ഇടയിൽ. ആദ്യം പരിച്ഛേദനം സ്വീകരിച്ചിട്ട് അബ്രഹാത്തിൻ്റെ സന്തതിയാവട്ടെ, യഹൂദ മതത്തിൽ കയറട്ടെ, അല്ലെങ്കിൽ യഹൂദ വിശ്വാസിയാവട്ടെ, അതിനുശേഷമാണ് ജ്ഞാനസ്നാനം കൊടുക്കേണ്ടത്. യേശു പോലും യഹൂദ പുത്രനല്ലേ? അങ്ങനെ ചോദിച്ചപ്പോൾ തർക്കമായി. അപ്പോസ്തലന്മാർ നേതാക്കളുടെ ഇടയിൽ തർക്കമായി. അപ്പോൾ അവർ തീരുമാനിച്ചു, നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ഒരുമിച്ച് കൂടാം. എല്ലാവരും ജെറൂസലേമിൽ വിളിച്ചു വരുത്തി. അതാണ് ആദ്യത്തെ സഭയുടെ സുനഹദോസ്, ആദ്യത്തെ സിനഡ്. ഒരുമിച്ച് വിളിച്ചുകൂടി അവർ പ്രാർത്ഥിച്ചു. ഒടുവിൽ അതിൻ്റെ മറുപടി എഴുതിയതാരാണ്? സൊല്യൂഷൻ എഴുതിയത് യാക്കോബ് സ്ലീഹ. യാക്കോബ് സ്ലീഹ ഒരു മധ്യസ്ഥനായിട്ട് നിന്നുകൊണ്ടാണ് ഈ ചർച്ച മുഴുവൻ നടന്നത്. ഒടുവിൽ യാക്കോബ് സ്ലീഹ എഴുതി, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്ക് തോന്നി. ആദ്യം തോന്നിയത് ആർക്കാ? പരിശുദ്ധ. അങ്ങനെയാണ് വാക്യം.
പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് തോന്നി. ഇതാണ് സഭ. ഇതായിരിക്കണം സഭ. ഇതായിരിക്കണം നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം. പരിശുദ്ധാത്മാവിന് തോന്നുന്നത് നമുക്ക് തോന്നുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിൻ്റെ സാക്ഷ്യമായിട്ട് മാറുന്നത്. അതാണ് അനുരഞ്ജനം. അപ്പോഴേ അനുരഞ്ജനം ഉണ്ടാവും. വേർതിരിവുകളും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുരഞ്ജനത്തിലൂടെ പ്രശ്നങ്ങൾ വരാം. അപ്പോസ്തലന്മാരുടെ ഇടയിൽ പ്രശ്നമൊന്നുമില്ല, അതുപോലെ പ്രശ്നങ്ങൾ വരാം. കുടുംബത്തിൽ വരാം, സമൂഹത്തിൽ വരാം. അവിടെയൊക്കെ നമ്മളൊരു റെക്കൺസൈലിംഗ് ഫാക്ടറായിട്ട് നിൽക്കണം. നമ്മൾ നിൽക്കണം. അനുരഞ്ജനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ ചെല്ലണം. അപ്പം ഇങ്ങനെ ഇതൊക്കെ സഭയുടെ മോഡലുകളാണ്. ഇതൊക്കെയാണ് സഭ. ഓക്കെ, അടുത്ത സ്ലൈഡ്. ഇതൊക്കെയാണ് സഭ. ഈ രീതിയിൽ നമ്മൾ സഭയെ സ്നേഹിക്കുകയും സഭയിൽ പ്രവർത്തിക്കുകയും വേണം. അപ്പം ഇന്ന് ഇതൊരു കാർലോ പലാച്ചോ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്, ഒരു ജെസ്യൂട്ട് അച്ഛൻ. ഒരു ഇന്റർനാഷണൽ തിയോളജിക്കൽ സെമിനാറിൽ ഈ അച്ഛൻ പറഞ്ഞു, ഇന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമുണ്ട്, എവാഞ്ചലിക്കൽ അനീമിയ. സുവിശേഷ പ്രഘോഷണ രംഗത്ത് നമുക്കിന്ന് അനീമിയ ബാധിച്ചിരിക്കുകയാണ്. രക്തം മാർന്നു പോയ അവസ്ഥ. നമുക്ക് ജീവനില്ല, ഉന്മേഷമില്ല, തളർച്ച. നമ്മുടെ പാഷൻ കണ്ടോ, ദ ഡിമിനിഷ്ഡ് പാഷൻ. നമുക്ക് പാഷൻ നഷ്ടപ്പെട്ടു. ആരിലുള്ള പാഷൻ? ജീസസ്, യേശുവിൽ നമുക്കൊരു പാഷൻ വേണം. We lost it, or we are losing the passion in Christ. The passion for Christ. യേശുവിന് വേണ്ടിയിട്ടുള്ള ആ പാഷൻ. അതാണ് പത്രോസിന്റെ വെള്ളിയോ സ്വർണ്ണമോ ഇല്ല, യേശുവിന്റെ ആ ഒരു പാഷൻ നമുക്കില്ല. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാടില്ല. നമ്മൾ മറ്റെന്തിലൊക്കെയോ നമ്മുടെ ശ്രദ്ധ പോകുന്നു. ആ പാഷൻ തിരിച്ചു പിടിക്കണം. അത് തിരിച്ചു പിടിക്കണം. അങ്ങനെയാണ് നമ്മൾ നേതാവാകുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് നമുക്ക് നേതാവാകാൻ പറ്റുന്നത്. യേശുവിലൊരു പാഷനാണ് യേശുവിൻ്റെ നേതാവ്, അല്ലേ? അവന് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്നപ്പോഴാണ് അവന് ഈ പാഷൻ ഉണ്ടാവുന്നത്. ഇപ്പം തന്നെ ഈ തീവ്രവാദ സംഘടനകളിലൊക്കെ കണ്ടിട്ടില്ല, അൽഖ്വയ്ദ അങ്ങനെയുള്ള സംഘടനകളൊക്കെ അവർക്കറിയാം അവർ ചെയ്യുന്ന തെറ്റാണെന്ന്. പക്ഷെ എന്നിലും അവർ ആ തെറ്റ് ചെയ്യും. കാരണം അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അവർ മരിക്കാൻ തയ്യാറാണ്. സൈനയുടെ കഴുത്തിൽ തൂങ്ങിയിട്ടുള്ള പലരും നടക്കുന്നത്. അവർ കൊല്ലപ്പെടാൻ ഇടയായാൽ ഉടനെ സൈനയുടെ കഴിച്ച് ആത്മഹത്യ ചെയ്യും, അല്ലേ? എത്രയോ പേരാണ് പിന്നെ ബോംബായിട്ട് മരിക്കുന്നത്, ജിഹാദിയായിട്ട് മരിക്കുന്നത്. ബോംബ് പൊട്ടിത്തെറിച്ച് അവൻ്റെ ജീവൻ പോകുന്നവന് ഉറപ്പല്ലേ? എന്നിട്ടോ പോണെന്താ? അവൻ അതിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ആ ഒരു സംവിധാനത്തിന് വേണ്ടി, അവൻ വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടി. പക്ഷെ അതൊക്കെ തിന്മയാണ്, അതൊക്കെ നെഗറ്റീവാണ്. മറ്റുള്ളവരെയും കൊല്ലുന്നു, അവനും ചാവുന്നു. ഇതല്ല. ഇതതുപോലെ ജീസസിന് വേണ്ടി മരിക്കും. ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു സത്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ആരെങ്കിലും ഒരു വിശ്വാസി മരിച്ചിട്ട് ബാക്കിയുള്ളവർ നശിച്ചിട്ടുണ്ടോ? ഒരു വിശ്വാസി രക്തസാക്ഷിയായിട്ട് ആരെങ്കിലും നശിച്ചിട്ടുണ്ടോ? ഇല്ല. പകരം എന്താ സംഭവിച്ചത്? 1000 വിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. ആ ഒരു പാഷനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യത്തെ ഒരു 300 വർഷം നീറോ ചക്രവർത്തിയുടെ കാലം മുതൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലം വരെയുള്ള 300 വർഷം സഭയിൽ രക്തസാക്ഷിത്വത്തിന്റെ കാലമാണ്. രക്തച്ചൊരിച്ചിലാണ്. റോമൻ സാമ്രാജ്യം സീസറിന്റെ കീഴിൽ ക്രിസ്ത്യാനികളെ കണ്ടുപിടിച്ച് വേരറുത്ത് കൊല്ലുകയാണ്. കണ്ടുപിടിച്ചു കൊല്ലുകയാണ്. ഒരാൾ പോലും അവശേഷിക്കരുത് എന്ന് വിചാരിച്ച് അത് ചക്രവർത്തി കൽപ്പനയിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് എന്ത് സംഭവിച്ചു? ആ റോം സഭയുടെ കീഴിലായി. ആ ചക്രവർത്തിയുടെ പരമ്പര ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായും ഏകമതമായും പ്രഖ്യാപിച്ചു. ഔദ്യോഗിക മതമായും പിന്നീട് ഏകമതമായിട്ട് പ്രഖ്യാപിച്ചു ഒരു കാലത്ത്. അപ്പൊ അങ്ങനെയാണ് ദൈവത്തിൻ്റെ പേര്. അപ്പൊ അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരുടെ രക്തം, അതാണ് സഭാതരുവിനെ വളർത്തി എന്ന് പറയില്ല. സഭയാകുന്ന വൃക്ഷത്തിന്റെ വളം എന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ രക്തമായിരുന്നു. ഒരാൾ മരിക്കുമ്പോൾ 100 പേര് ഉയർത്തെഴുന്നേൽക്കാൻ തക്ക വിധം സാക്ഷ്യമായിരുന്നു. ഇന്നും മരിക്കാൻ ആളുണ്ടെങ്കിൽ ക്രിസ്തുമതം പരക്കും, വ്യാപിക്കും. രക്തസാക്ഷിയാവാൻ ആളുണ്ടെങ്കിൽ ക്രിസ്തുമതം വ്യാപിക്കും. കാരണം ഈ വീഴുന്ന രക്തത്തിന് ഒരു വിലയുണ്ട്. അത് അനേകരുടെ മാനസാന്തരത്തിന് കാരണമാകും. അതാണ്
ആ ഒരു പാഷനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നമുക്ക് ആ പാഷൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വെറുതെ എന്തായി, നമുക്കൊരു വീക്ക് കൺവിക്ഷൻസ്, നമ്മുടെ ബോധ്യങ്ങളൊക്കെ പോകുന്നു. പാഷൻ പോയി, അപ്പോൾ ബോധ്യവും പോകും. ഇതാണ് സത്യം, ഇതാണ് ശരി, ഇതാണ് ചെയ്യേണ്ടത് എന്ന ബോധ്യം നമുക്ക് പോകും. നമ്മൾ വേറെന്തിൻ്റെയൊക്കെയോ പിന്നാലെ ആയിപ്പോകും. ഒപ്പം തന്നെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. പിന്നെ നമുക്ക് നിരാശയാണ്, നമുക്ക് കിട്ടാത്തത്, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എന്നെ അങ്ങനെ പരിഗണിക്കുന്നത്, എനിക്കിത് കിട്ടുന്നതായി, ഞാനതിന് യോഗ്യതാണ്, പക്ഷെ എന്തുകൊണ്ട് എനിക്കത് കിട്ടി, ഇങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻസ്. അതിൻ്റെയൊക്കെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ പലതും വരും, പലതും കടന്നു പോകും. ഇതൊക്കെ കടന്നു പോകുന്നതാണ്. ഇതൊന്നും നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്നതൊന്നേ ഉള്ളൂ. അത് അവനുമായിട്ടുള്ള ബന്ധമാണ്, അവനുമായിട്ടുള്ള സ്നേഹമാണ്, അവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെപ്പോഴും ഓർക്കണം. നമുക്ക് ആ പാഷൻ തിരിച്ചു പിടിക്കണം. വി ഹാവ് ടു എൻകിൻഡിൽ ദ ലൈറ്റ്സ്. ആ ചാരം മൂടിക്കിടക്കുന്ന അവസ്ഥയിൽ പണ്ട് ഞാൻ സ്ഥിരം പറയുന്നൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ചിലപ്പോൾ സ്കൂൾ നേരത്തെ വിടുമ്പോൾ 12 മണിക്കൊക്കെ എത്തുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. എങ്ങനെയെങ്കിലും തിന്നാൽ മതി എന്ന് പറഞ്ഞ് ഓടിങ്ങ വീട്ടിലേക്ക് വരുമ്പോൾ അടുപ്പ് കെട്ട് കിടക്കുക. അമ്മ കഞ്ഞിക്കലവും വെച്ചിട്ടുണ്ട്, കഞ്ഞിയൊക്കെ വേഗമുണ്ട്, പക്ഷെ അടുപ്പ് തീയില്ല. അമ്മ അപ്പുറത്ത് പോയി അലക്കുകയാണ് അതിൻ്റെ. അപ്പോൾ ഞാനൊക്കെ അടുക്കളയിൽ ആദ്യം തന്നെ നോക്കണം, കഞ്ഞിയും കറിയും എന്താ അങ്ങനെ നോക്കി നോക്കുക. കഞ്ഞിക്കല ഇരിക്കണേ ഉള്ളൂ, അത് കെട്ടും പോയി. കഞ്ഞി വെന്തണ്ടാവുമെന്ന് ഓർത്താൽ വന്നെ. അപ്പോൾ അത് കഞ്ഞി അടുപ്പത്ത് ഇരിക്കണേ ഉള്ളൂ, അത് കെട്ടുമിരിക്കണം. അമ്മ അത് തീ കെട്ട് എന്ന് പറയും. അപ്പം അമ്മ പറയുന്നത് മിന്നാണ്ടി തീർക്കുക. അതെന്ത് ചെയ്യും? അമ്മ വന്നിട്ട് ഊതൊന്നുമില്ല. അമ്മ വരുമ്പോൾ എന്താണ്, തീ കെട്ട് കിടക്കുക. അമ്മ വന്നിട്ട് ആ ചാരം അത് തട്ടിക്കളയും. അവിടെ വിറകുള്ളി പുറത്തേക്ക് എടുത്തിട്ട് 2 വിട്ടുകൊണ്ട് കത്തി. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് കെട്ടുപോയെന്നാണ്. ആ കെട്ടുപോയ അവസ്ഥയിൽ നമ്മൾ അത് ഊതിക്കത്തിക്കുന്ന എങ്ങനെ? ആ ചാരം വകഞ്ഞ് മാറ്റിയിട്ട് ഒരു ഊതാണ്. തീക്കനൽ ഒരിക്കലും അണയില്ല. നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ആത്മാവിൻ്റെ ഒരു കനലുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാൽ അതില്ലാതാക്കാനാവില്ല. കനൽ കിട്ടുന്നില്ല. അതാണ് മുദ്ര, ആത്മാവിൻ്റെ മുദ്ര. നമ്മളെത്ര പരിശ്രമിച്ചാൽ ആ കനൽ കിട്ടില്ല. പക്ഷെ ആ കനലിൻ്റെ മുകളിൽ ചാരത്തിൻ്റെ കൂമ്പാരം ഓടിക്കൊണ്ടേ നമ്മൾ ശ്രദ്ധിക്കാതെ അതിങ്ങനെ കൂടി കനലിനെ കെടുത്താൻ പറ്റും വിധം കെട്ടുപോകില്ല. പക്ഷെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കനലുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ആ കനൽ പോലെ അതുകൊണ്ട് എത്ര ചാരമാണെങ്കിൽ അത് വകഞ്ഞു മാറ്റി ഊതാനുള്ള ഈശോ തന്റെ അപ്പോസ്തലന്മാരുടെ മേൽ ഊതി. യോഹന്നാൻ 20:22 അവൻ തന്റെ അപ്പോസ്തലന്മാരുടെ മേൽ ഊതി കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ആ ഒരു ഊതൽ നമുക്ക് നടക്കണം. കത്തിക്കണം, വീണ്ടും ചോദിക്കണം, ചാരം പകഞ്ഞു മാറ്റണം. ആ ഒരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ വിട്ട് കളഞ്ഞ് ആ ഒരു തെറ്റായ ബോധ്യങ്ങളൊക്കെ മാറ്റി ഒരിക്കൽ കൂടെ പാഷൻ ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി. ഓക്കെ, നമുക്ക് ബ്രേക്കിൻ്റെ സമയമാണ്. 10 മണി. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഇവിടുത്തെ ടൈം ടേബിൾ ആരെടുത്തുകൊണ്ട് പോയി? നമുക്കിപ്പോൾ 10 മണിക്ക് വർക്ക്ഷോപ്പാണ്, അതിനുശേഷം നമുക്ക് പ്രസൻറ്റേഷനാണ്. അപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പ് കൂടുന്നു. ഗ്രൂപ്പ് കൂടിയിട്ട് നിങ്ങൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയമില്ലേ, അതിന് 15 മിനിറ്റ് സമയം, 15 മിനിറ്റ് സമയം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക. ബാക്കിയുള്ള 45 മിനിറ്റ് സമയം